വിനേട്ടാ, ഗുഡ് മോർണിംഗ്. ഇതൊരു സർപ്രൈസ് വിസിറ്റ് ആണല്ലോ. റബേക്കയുടെ ഫോണിലേക്ക് ഞാൻ പലതവണ വിളിച്ചിരുന്നു, കോള് കണ്ടില്ലേ? ഞാനിത് മുകളിൽ വെച്ചേക്കായിരുന്നു, ശബ്ദം ശ്രദ്ധിച്ചില്ല. ഓ, അന്ന ഡോക്ടറെ വിളിക്കാൻ ഓർത്തപ്പോ നമ്പർ കണ്ടില്ല, അതാ ഇങ്ങോട്ട് വരാന്ന് കരുതിയത്. ഡോക്ടറെ ഒന്ന് വിളിക്കാമോ? എനിക്ക് കാണേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അയ്യോ, മമ്മി ഇത്തിരി മുമ്പേ മെഡിക്കൽ കോളേജിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. വഴിയിൽ വെച്ച് കണ്ടില്ലായിരുന്നോ? ഇല്ലല്ലോ. എന്നാ പോയി. നേരെ കോളേജിലേക്കാണോ ഇനി വേറെ വല്ല മീറ്റിംഗും ഉണ്ടോന്നറിയില്ല. ഷീസ് ബിറ്റ് ബിസി നൗഡേയ്സ്. പക്ഷെ ഡോക്ടറുടെ കാറല്ലേ ഈ കിടക്കുന്നത്? അത് മമ്മിയുടെ ഒരു കൊളീഗ് വന്നിരുന്നു, ഡോക്ടർ വീണ നായർ. അവരുടെ വണ്ടിയിലാ മമ്മി പോയത്. ഓ, വിനേട്ടാ, എന്നാ നോക്കുന്നത്? സത്യം പറ, വിസ്മയ എവിടെ? എന്റെ അനിയത്തി വിസ്മയ എവിടെയാണെന്നാ ചോദിച്ചത്. വിസ്മയോ? അവളിവിടെ ഇല്ലല്ലോ. ഇല്ലാന്ന് തീർച്ചയാണോ? ഇല്ല, വിസ്മയ എന്നെ പോലും കുറച്ചു നാളായി വിളിച്ചിട്ട്. അവളെവിടെയോ ജോലിക്ക് പോയെന്നാ കേട്ടത്. എന്ത് ജോലിക്ക്? ഏത് സ്ഥാപനത്തില്? അവളിപ്പോ താമസിക്കുന്നത് ഏത് സ്ഥലത്താ? ഐ എം സോറി വിനേട്ടാ, കൃത്യമായിട്ട് എനിക്കതൊന്നും അറിയില്ല. വിസ്മയ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. നോ, എനിക്ക് ഈ പറഞ്ഞത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്റെ പെങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാ നീ. MBBS ചേർന്നപ്പോ മുതൽ നിങ്ങളെ വേർപിരിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പഠനവും ഔട്ടിങ്ങും സകല സെലിബ്രേഷൻസും ഒരുമിച്ച്. എന്നിട്ടിപ്പോ അറിയില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ? ഐ എം ടെല്ലിംഗ് ദ ട്രൂത്ത്. വിനേട്ടൻ ഹോസ്പിറ്റലൈസ്ഡ് ആയ ശേഷം ഞങ്ങൾ തമ്മിൽ അങ്ങനെ കൂടുതൽ കണ്ടിട്ടില്ല. അപൂർവമായിട്ടേ അവൾ വിളിച്ചിട്ട് പോലും ഉള്ളൂ. വിസ്മയുടെ തിരക്കുകളും പ്രശ്നങ്ങളും ആയിരിക്കും കാരണം. അവൾ എന്റെ കൂടപ്പിറപ്പാണ്. ആ ഉത്തരവാദിത്തം കൊണ്ട് ചോദിച്ചു പോവാ. നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയല്ലേ അവൾ. അവൾ എവിടേക്കാ എന്താന്നറിയാതെ പോയെന്ന് കേട്ടപ്പോ ഒന്ന് അന്വേഷിക്കാനുള്ള മനസ്സ് കാണിക്കാൻ നിനക്ക് തോന്നാത്തതെന്താ? സോറി വിനേട്ടാ. അവസാനം കാണുമ്പോഴൊക്കെ അവൾ ഒരുപാട് ഇൻഡിഫറന്റ് ആയാണ് പെരുമാറിയത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതിയത്. ആശുപത്രി കിടക്കൽ യാതൊന്നും അറിയാതെ കിടന്നു പോയില്ലായിരുന്നെങ്കിൽ ഞാൻ അന്വേഷിച്ച് അലഞ്ഞ് കണ്ടുപിടിച്ചേനെ എന്റെ അനിയത്തിയെ. ആരായി മഹേശ്വരി കുഞ്ഞമ്മ? എന്റെ വീട്ടുകാര് പറഞ്ഞു അവരാണ് വിസ്മയെ ജോലിക്ക് കൊണ്ടുപോയതെന്ന്. എനിക്കറിയാം, പക്ഷെ കൂടുതൽ വിവരങ്ങളില്ല. അതാ ഞാൻ. മഹേശ്വരി ആന്റി മമ്മിയുടെ ഒരു ഫ്രണ്ടാ. ഇപ്പൊ പക്ഷേ മമ്മിയുമായി ആന്റിക്ക് അത്ര കോണ്ടാക്ട് ഇല്ല. അവർ തമ്മിൽ കണ്ടിട്ട് തന്നെ നാളെ കുറെ ആയെന്ന് തോന്നുന്നു. സോറി മോളെ, നീ ഈ പറയുന്ന ഒന്നും വെള്ളം തൊടാതെ വിഴുങ്ങാൻ പറ്റുന്നില്ല എനിക്ക്. നീ എന്തൊക്കെയോ കളവുകൾ പറയുന്നുണ്ട്. വിസ്മയ എവിടെയാണെന്നും അവൾക്ക് എന്ത് അവസ്ഥയാണെന്നും നിനക്കറിയാം. സത്യം പറ, എവിടെയാ അവള്? ട്രസ്റ്റ് മീ വിനേട്ടാ, ഐ പ്രോമിസ്. എനിക്കറിയില്ല അവൾ എവിടെയാണെന്ന്. മാത്രമല്ല, വിസ്മയെക്കുറിച്ച് ഏത് സാഹചര്യത്തിലായാലും കളവായിട്ടൊന്നും പറയാൻ എനിക്ക് സാധിക്കില്ല. വിശ്വസിക്കില്ല ഞാൻ. ഇവിടെ വന്ന് താമസിച്ചല്ലേ അവള് പഠിച്ചത്? പിന്നെ നിനക്കൊന്നും അറിയാതിരിക്കുന്നത് എങ്ങനെയാ? ഇല്ല വിനേട്ടാ, അവള് പഠിക്കാനായിട്ട് ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഗോഡ് പ്രോമിസ്. എന്റെ വീട്ടുകാര് പറഞ്ഞല്ലോ വിസ്മയ അവളുടെ കൂട്ടുകാരിയുടെ അടുത്ത് പോയി പഠിക്കാറുണ്ടായിരുന്നെന്ന്. അവർ ഉദ്ദേശിച്ചത് എന്നെ ആയിരിക്കില്ല. വിനേട്ടനെ അറിയോന്നറിയില്ല, വിസ്മയ്ക്ക് വേറൊരു ഫ്രണ്ടുണ്ട്, ഒരു നാഗർകോവിലുകാരി മല്ലി. വിസ്മയ അവളുടെ കൂടെ പോയി സ്റ്റേ ചെയ്ത് പഠിക്കാറുണ്ടായിരുന്നു. മല്ലിക്ക് ചിലപ്പോ വിസ്മയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുമായിരിക്കും.